ജീവിതത്തിന് ഇപ്പം നിത്യവൃത്തിക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇത് എത്തിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. എനിക്കിത് നല്ല പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നല്ല ജീവിതത്തിനൊരു മാർഗം ആയി കണ്ട് ഇത് തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. തുടങ്ങിയതിന് ശേഷം വളരെയേറെ മെച്ചമുണ്ട്. ഒന്നാമത് ജീവിതം സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന പലരുമായിട്ട് സംസാരിച്ചുകൊണ്ട് തോന്നുമ്പോൾ ശരീര അസുഖം കുറവുണ്ട്. അങ്ങനെ പലവിധ നേട്ടങ്ങളുമുണ്ട്. എൻ്റെ കുടുംബത്തിന് ഈ ലോൺ മുഖേന ഈ കട വയ്ക്കാനും പിന്നെ അതിലൂടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ഭക്ഷണവും കുഞ്ഞുങ്ങളെ വളർത്താനും പഠിപ്പിക്കാനുള്ള ഒരു ഉപജീവന മാർഗം കണ്ടെത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ദിനംപ്രതിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോവുകയും പിന്നെ പത്രം കണ്ണതിൽ വളരെ നല്ലത് കുറച്ച് വായിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് നന്മ എനിക്ക് ലഭിച്ചു. ഞാനൊരു രോഗിയായി ഇരുന്നപ്പോഴും എന്നെ സഹായിച്ചു. എബിലിറ്റി വളരെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സംഘടനയായി വളരെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിലുപരി വളരെ ദേശത്തും അനേക ആയിരം മക്കൾക്കും എല്ലാം അതൊരു പ്രയോജനമായി തീരുന്ന ഒരു സംഘടനയായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഞങ്ങൾക്ക് ഈ ദൈവമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വീട് തന്നത്. ഈ വീട് തന്ന സാറിന് ഞങ്ങൾ ഒപ്പിച്ചാലും കുഴപ്പമില്ല. അത്ര നന്ദിയുണ്ട്. ഞങ്ങൾ ഒരുപാട് കുടുംബത്തിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ മരിച്ചാലും ഞാൻ എൻ്റെ മക്കൾ മറക്കില്ല. അത്രയ്ക്ക് നന്ദി ഉറപ്പാടുണ്ട് ഈ വീട് തന്ന സാറിന്. ഒരാട് വാങ്ങിച്ചതിന് 3 കുട്ടികൾ കൊണ്ട് ലാഭമില്ല. ആട് ലാഭമൊന്നുമില്ല. ഒരെണ്ണം തന്നു. നമ്മൾ അത് പ്രസവിച്ച് ഒരു കുട്ടിയെ കൊടുത്ത് രണ്ടാമത് പ്രസവിച്ച് ഇപ്പോൾ ആ കുട്ടിയുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ 2 ആട് ഉണ്ട്. ഒരാടും ഒരു കുട്ടിയുണ്ട്. ഒരെണ്ണം ചത്തുപോയി. മേൽക്കൂരയിട്ട് അവർ പൈസ തന്നാണ്. നമ്മൾ 8000 രൂപ നമുക്ക് തന്നു. ആ പൈസക്കാണ് നമ്മൾ ഈ ഷീറ്റ് വാങ്ങുന്നത്. നല്ല കാര്യമാണ്. നമുക്ക് നല്ല കാര്യമാണ് വെച്ച് തന്നത്. നമുക്ക് സന്തോഷമാണ്. ഗുണം എന്ന് പറയുമ്പോൾ മഴ പെയ്താൽ നമുക്ക് വെള്ളം കിണറ്റിലോട്ട് ഇറങ്ങി വെള്ളം നമുക്ക് അത് വീട്ടു ആവശ്യത്തിനും കുടിക്കാനും എല്ലാത്തിനും നമുക്ക് എടുക്കാം. അതൊക്കെയാണ് ഗുണം. മഴ പെയ്താൽ വെള്ളം നേരത്തെ കാലം വെള്ളമൊക്കെ കിണറ്റിൽ കാണും. എല്ലാം
ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് ആളുകൾ എനിക്ക് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നുണ്ട്. ഞാൻ കിണറ്റ് ദൂരെ നിന്നാണ് ഞാൻ വെള്ളങ്ങൾ കോരിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അടുത്തുനിന്ന് വെള്ളം കോരണതാണ്. അങ്ങനെ എല്ലാവരും ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ട് ഇത്രയും സഹായങ്ങളൊക്കെ എനിക്കുണ്ടായി. എനിക്ക് 100 പ്രാവശ്യം നന്ദി പറഞ്ഞാലും മതി വരില്ല. എനിക്ക് അസുഖം വന്നിട്ട് 11 വർഷത്തോളമായി. 11 വർഷം കൊണ്ട് പല ചികിത്സകളും ചെയ്തു. എന്നിട്ടൊന്നും അസുഖം ഭേദമായില്ല. ജോലി ഞാൻ അഡ്വക്കേറ്റ് ക്ലർക്കാർ ജോലി നൽകിക്കൊണ്ടിരുന്നു. ആ 7 വർഷം കൊണ്ട് കിടപ്പിലാണ്. അതുവരെ നടക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം നടക്കാൻ കഴിയില്ല. ഒരാളുടെ സഹായം വേണം. അമ്മ ഉണ്ടായിരുന്നു. അമ്മ മരിച്ചുപോയി. ഇപ്പം ഞാനും പപ്പയും മാത്രമേ വീട്ടിലുള്ളൂ. സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. ചികിത്സയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. ഞാനും പപ്പയും മാത്രമേ ഉള്ളൂ. ഞങ്ങളിത് സ്വന്തം വീടല്ല. ഇപ്പം ഞങ്ങൾക്ക് മാസം തോറും ഫണ്ടിൽ നിന്ന് 500 രൂപ വീതം കിട്ടുന്നുണ്ട്. ആ സഹായം മാത്രമേ ഉള്ളൂ നിലവിൽ. പിന്നെ ബന്ധുക്കളൊക്കെ ഉള്ള ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് ഓരോ ദിവസവും മരുന്നിനും ആഹാരത്തിനും ബുദ്ധിമുട്ടില്ലാതെയാണ് പോകുന്നത്. എന്നാലും വളരെ കഷ്ടത്തിലാണ്. എൻ്റെ പേര് ജാൻസി, സ്ഥലം പുത്തൻതോപ്പ്. അച്ഛൻ മത്സ്യബന്ധനമാണ് ജോലി, അമ്മ വീട്ടമ്മയാണ്. അപ്പോൾ അച്ഛൻ എന്നും കുടിച്ചിട്ടൊന്ന് ബഹളമൊക്കെ വയ്ക്കുമായിരുന്നു. അതിന് പഠിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പുസ്തകങ്ങൾ കത്തിക്കുകയും തുണി കത്തിക്കുകയും പിന്നെ അമ്മയെ അടിക്കുകയും എന്നെ എൻ്റെ സഹോദരങ്ങളെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ 10ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽവാസികളൊക്കെ അമ്മയെടുത്ത് പറഞ്ഞ് ഈ സമാധാനം ഇല്ലാത്തടത്ത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും ജോലിക്ക് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ അമ്മ 10ാം ക്ലാസ്സിലെ പഠിത്തം നിർത്തി എന്നെ അടുത്തൊരു വീട്ടിൽ ജോലിക്കാക്കി. അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻറിച്ച്മെൻറ്റ് സെൻറ്ററുകാർ വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ട്യൂഷൻ സെൻറ്റർ നടത്തുന്നവർ അവിടുത്തെ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കാശൊന്നുമില്ല, വീട്ടിലും ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ഇടയിൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എൻറിച്ച്മെൻറ്റുകാർ നടത്തുന്ന ഉള്ളവർ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ എബിലിറ്റി എയ്ഡ്സ് ഇന്ത്യ ഇൻ്റർനാഷണൽ ഇതുമായിട്ട് പരിചയമായത്. പിന്നെ അതിനുശേഷം ആ 10ാം ക്ലാസ് മുതൽ ഇപ്പോൾ വരെ അവരുടെ സഹായത്തോടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ അങ്ങനെ നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാൻ സാധിച്ചു. പിന്നെ +2 അഡ്മിഷൻ എടുക്കാൻ അവരെന്നെ ഒരുപാട് സഹായിച്ചു. പിന്നെ +2 നന്നായിട്ട് പഠിച്ച് കുഴപ്പമില്ലാത്ത മാർക്കോടെ ജയിച്ചു. പിന്നെ ഡിഗ്രിക്ക് പോകാൻ സാധിച്ചു. ഇപ്പോൾ BEd കഴിഞ്ഞു. BEdനും എൻ്റെ എല്ലാ ഫുൾ ചിലവ് അവരാണ് നോക്കിയത്. ഇപ്പോൾ ട്യൂഷൻ സെൻറ്റർ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഈ ട്യൂഷൻ സെൻറ്ററിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.